ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ എനിക്ക് ക്യാൻസർ ആണെന്ന്? വ്ളോഗേഴ്സ് പുറകെ നടന്നെന്ന് മാത്രമേ രേഷ്മ ചേച്ചി പറയില്ലേ. വ്ളോഗേഴ്സിനെ പുറകെ നടത്താൻ വേണ്ടി രേഷ്മ ചേച്ചിയുടെ കറുത്ത കരങ്ങളാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട്. കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ നോക്കിക്കോണം ഈ വോയിസ് സംഭവങ്ങളൊക്കെ പുറത്ത് വിട്ടത് രേഷ്മ ചേച്ചിയുടെ ആൾക്കാരാണോ എന്നും പറഞ്ഞ് കടുത്ത സംശയമാണ് കമന്റ് ബോക്സുകളിൽ നടക്കുന്നത്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. തുടക്കത്തിൽ തന്നെ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം. കഷ്ടപ്പെട്ട് രേണി ചേച്ചിയായിട്ട് ഡ്യൂയോ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കാം. എന്തായാലും രേഷ്മ ചേച്ചി പൊട്ടിത്തെറിച്ചുകൊണ്ട് കിച്ചുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഇത് ആരും പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കിച്ചു ആണെങ്കിൽ ഒരു ഇനാഗ്രേഷന് പോയപ്പോൾ ഒരു മീഡിയക്കാരൻ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചു രേണി ചേച്ചിയുടെ വിവാദകരമായിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, കിച്ചു അത് കണ്ടിട്ടുണ്ടോ എന്ന്. അന്നേരം പരിഹസിച്ച ഒരു രീതിയിലാണ് കിച്ചു ചേട്ടൻ അവിടെ ഒരു മറുപടി കൊടുത്തിട്ടുള്ളത്. അതായത് സൂപ്പർ അടിപൊളി സൂപ്പർ വിവരക്കേട് തന്നെ എന്ന് പറഞ്ഞ് കിച്ചു ചേട്ടൻ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി കറക്റ്റായിട്ട് രേഷ്മ ചേച്ചി കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. കാരണം രേഷ്മ ചേച്ചി ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച് വരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. കാരണം രേഷ്മ ചേച്ചിക്കെതിരെ രൂക്ഷ അലിഗേഷൻസ് സംഭവങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ അസുഖങ്ങളും സംഭവങ്ങളുടെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞ് കുറേ വോയിസ് സംഭവങ്ങളും എല്ലാം പുറത്തു വന്നു. അപ്പോൾ രേഷ്മ ചേച്ചി തളർന്നു എന്നായിരുന്നു ആൾക്കാർ വിചാരിച്ചത് എങ്കിൽ രേഷ്മ ചേച്ചിയുടെ തൊലിക്കട്ടിയെക്കുറിച്ച് നമ്മൾ ആ ഒരു വീഡിയോയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർവാധിക ശക്തിയോടെ പഴയ വിവരക്കേടുകളെല്ലാം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രേഷ്മ ചേച്ചിയുടെ കൂടെ തന്നെ വിവാദ നായികയായിട്ടുള്ള ഡയറക്ടറും അതേപോലെ തന്നെ വിവാദ നായികയായിട്ടുള്ള രേഷ്മ പി തങ്കച്ചൻ പപ്പയും കൂടെ ഒരുമിക്കുന്ന ഒരു പുതിയ ഷോർട്ട് ഫിലിമും സംഭവങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും അതിനെ തുടർന്ന് പണ്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആൽബത്തിന് വന്നിട്ടുള്ള അതേ വിവാദം തന്നെ ഇവിടെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് നമുക്ക് പരിശോധിച്ച് പോകാം. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടേ നിങ്ങൾ കമന്റ് ബോക്സിലോട്ട് പോകാവൂ. എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മുടെ രേഷ്മ ചേച്ചി അഭിനയിക്കുന്ന ആൽബത്തിനെ തുടർന്നിട്ടുള്ള നമ്മുടെ ഡയറക്ടർ സംഭവങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിനുശേഷം കിച്ചു ചേട്ടൻ്റെ ചുട്ട മറുപടി കൊടുത്തിട്ടുള്ള രേഷ്മ ചേച്ചിയുടെ കുറച്ച് സംഭവങ്ങളും കൂടെ നമുക്ക് കാണാം. ആദ്യം തന്നെ വിവാദമായിട്ടുള്ള ആ ആൽബം മുമ്പിലോട്ട് വരട്ടെ. ചെല്ലട്ടെ അങ്ങോട്ട്. ദേഷ്യം വന്നിരിക്കട്ടെ. അതാണെങ്കിൽ അതുവരെ നീ ചിരിക്കരുത്. കഷ്ടം ഭയങ്കര കഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നാൽ കള്ളിപ്പിണ്ണും കള്ളും പീര് സംഭവം ഷൂട്ട് ചെയ്തപ്പോഴും ഇതേ ഒരു വിവാദം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ കമന്റ് ബോക്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത് അവിടെ വന്നിട്ടുള്ള അതേ കമന്റ് എങ്ങനെയാണെന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുന്നത്. പച്ചത്തെറിയാണ് രണ്ടുപേർക്കും കിട്ടുന്നത്. അതായത് ഈ ഒരു ശബ്ദം എല്ലാവർക്കും സുപരിചിതം തന്നെയാണ്. കാരണം ഈ ഒരു സൗണ്ടിനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതൊന്ന് കേട്ട് നോക്ക്. ആദ്യം ദാസേട്ടൻ രേണു ചേച്ചിയുടെ വായിൽ വെച്ച് കുറച്ച് ചോറ് കൊടുത്തേ. എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ഒരു സൗണ്ട് കേട്ടപ്പോൾ തന്നെ. അതേ നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. എന്തായാലും ഇതല്ല നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ചർച്ചാ വിഷയം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അതായത് കിച്ചു ചേട്ടനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രേണു ചേച്ചിയുടെ മറുപടി. ആദ്യം തന്നെ രേഷ്മ ചേച്ചി കുറെ അലിഗേഷൻസ് സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നുണ്ട്. ഓരോന്നായിട്ട് തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആദ്യം തന്നെ കിച്ചു ചേട്ടനെതിരെയായിട്ട് രേഷ്മ ചേച്ചി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. നല്ല കാര്യം. എൻ്റെ പൊന്ന് ഫുൾ ഫ്രെയിം എന്നോട് ഇനി ചോദിക്കരുത്. താല്പര്യമില്ല പറയാം. കാരണം ഇനോഗ്രേഷൻ ചെയ്യുന്നത് നല്ലതാണ്. അയ്യോ താല്പര്യമില്ല പറയാൻ. അതെന്താ പറ്റി രേഷ്മ ചേച്ചി താല്പര്യമില്ലായ്മ? ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിൽ പോയപ്പോഴും എൻ്റെ മക്കളെ മാത്രം കണ്ട് എൻ്റെ കിച്ചുവിനെ കണ്ട് എൻ്റെ ഋതപ്പനെ കണ്ട് 2 മക്കളെ മിസ് ചെയ്യുന്നെന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അന്നേരമൊക്കെ മക്കളെ കുറിച്ച് വാഴ്ത്തി പാടിക്കൊണ്ട് നടന്ന രേഷ്മ ചേച്ചിക്ക് ഇപ്പൊ മക്കളെ കുറിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ലോക്കൽ മീഡിയാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ വേണ്ടി താല്പര്യമില്ല. അതെന്തൊരു താല്പര്യമില്ലായ്മ അവിടെ രേഷ്മ ചേച്ചി കാണിക്കുന്നേ? അല്ല മനസ്സിലാവുന്നില്ല. മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്നല്ലേ രേഷ്മ ചേച്ചി പറയുന്നത്? ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതായാലും ഇതേപോലുള്ള വിവരക്കേട് കാണിക്കുന്നതായാലും ആൽബങ്ങളിൽ അഭിനയിക്കുന്നതായാലും ഇനാഗ്രേഷന് പോകുന്നതായാലും എല്ലാം പറയുന്നത് മക്കൾക്ക് വേണ്ടി. ആ ചോദിക്കുമ്പോൾ കൈകൂപ്പുന്ന കൈകൂപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തന്നെ കണ്ണ് നിറഞ്ഞ രേഷ്മ ചേച്ചി പിന്നെ എങ്ങനെയാ മക്കൾക്ക് കണ്ണ് നിറയാതിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കത്. നല്ല കാര്യം. എൻ്റെ പൊന്ന് ഫുൾ ഫ്രെയിം എന്നോട് ഇനി ചോദിക്കരുത്. താല്പര്യമില്ല പറയാം. കാരണം ഇനോഗ്രേഷൻ ചെയ്യുന്നത് നല്ലതാണ്. റീച്ച് കിട്ടട്ടെ, ഇനോഗ്രേഷൻ ചെയ്യട്ടെ, നല്ല കാര്യം. നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയില്ല. സൂപ്പറാണ്, അടിപൊളിയാണ്, സൂപ്പർ.
അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതെന്താണ് പറഞ്ഞത് എന്ന് കുറച്ച് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. അതായത് കിച്ചു ചേട്ടൻ്റെ അടുത്ത് ഇതേ ചോദ്യം തന്നെ ലോക്കൽ മീഡിയാസ് പോയി ചോദിച്ചപ്പോൾ കിച്ചു ചേട്ടനും പറഞ്ഞിട്ടുള്ളത് അടിപൊളി സൂപ്പർ എന്നാണ്. ആക്കിയ ഒരു പറച്ചിലാണ് കിച്ചു ചേട്ടൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ ചോദ്യം തന്നെ ഇവിടെ വന്നിട്ട് രേഷ്മ ചേച്ചി ആ മീഡിയക്കാരൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ച് ചോദിപ്പിക്കുകയെന്ന് കുറച്ച് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഈ ഒരു സംഭവത്തോടെ കത്തി കാണുവേ. അതായത് രേഷ്മ ചേച്ചിയുടെ ലോക്കൽ മീഡിയാസിൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചേച്ചിയോട് ചോദിക്കത്തുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ചേച്ചി അഭിനയിക്കുമെന്ന് ആരും പറയത്തില്ല കേട്ട്. ഒറിജിനാലിറ്റി എന്തായാലും രേഷ്മ ചേച്ചി പറയുന്നത് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ടെന്ന്. എന്തോ ഒരു അസൂയോ കുശുമ്പോ അതിനകത്തുള്ളത് മാതിരി നമുക്കൊരു ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഫീൽ ചെയ്യുന്നതാണ് അല്ലാതെ തോന്നിയതല്ലേ. എന്തായാലും രേഷ്മ ചേച്ചി അത് പറയുന്നതായിട്ട് രേഷ്മ ചേച്ചിക്ക് മാത്രമേ ഇനാഗ്രേഷനും പ്രൊമോഷനും കിട്ടാവൂ, കിച്ചുവിന് കിട്ടില്ല. എന്തൊക്കെയോ കുത്തുന്നത് പോലെ നമുക്ക് തോന്നുന്നു കേട്ടോ. ഹാപ്പി ആയിട്ടല്ലേ സൂപ്പർ ആണെന്ന് പറയുന്നത്. ചേച്ചി സൂപ്പറിന് 2 സംഭവങ്ങളുണ്ട്. അതായത് സൂപ്പർ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു രീതിയിലും സൂപ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു രീതിയിൽ. അതായത് 2 ട്യൂണ് തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ലതെന്ന് കണ്ടിട്ട് സൂപ്പർ എന്ന് പറയുന്നത് അല്ലാതെ അതിനെ പരിഹസിക്കാൻ വേണ്ടി മാത്രം സൂപ്പർ എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി രേഷ്മ ചേച്ചി സംസാരിക്കുക കേട്ടോ. അതായത് നല്ലതായോണ്ടല്ലേ ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കുറച്ച് പാടുണ്ട് കേട്ടോ. നിങ്ങൾ ഇനോഗ്രേഷൻ സമയത്ത് എനിക്ക് വന്ന ഒരു ചാനൽ വന്ന് ചോദിച്ചു അമ്മയെക്കുറിച്ച് എന്താ അഭിപ്രായം, അപ്പം എന്താ പറഞ്ഞത്, സൂപ്പറാന്നല്ലേ പറഞ്ഞേ. അത് വ്യത്യാസമുണ്ട്. അതായത് കിച്ചു ചേട്ടൻ്റെ അടുത്ത് അമ്മയെക്കുറിച്ചല്ല വന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ അമ്മ ചെയ്തിട്ടുള്ള ഇനാഗ്രേഷനെ പറ്റിയല്ല ചോദിച്ചിട്ടുള്ളത്. അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ വൈറലായി കുറെ വിവാദങ്ങൾ സൃഷ്ടിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ. അതിൽ കൂടുതൽ എന്തോ പറയാനാ. അതായത് ഇത്രയും വിവാദം സൃഷ്ടിച്ചതിന് ശേഷം സ്വന്തം മകനടുത്ത് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും മീഡിയക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണോ? അല്ല മനസ്സിലാവുന്നില്ല. അതിനെ സൂപ്പർ എന്ന് പറഞ്ഞാൽ രേഷ്മ ചേച്ചി അടുത്ത് വന്ന് ചോദിക്കുന്നത് കിച്ചു ചേട്ടൻ ഇതേവിട്ട് എന്തെങ്കിലും ചെയ്ത വിവരക്കേടിനെ കുറിച്ചല്ല. കിച്ചു ചേട്ടൻ ഒരു ഇനാഗ്രേഷൻ ആദ്യമായിട്ട് കിട്ടിയ ആ ഇനാഗ്രേഷനെ കുറിച്ചാണ് വന്ന് ചോദിച്ചത്. അപ്പോൾ രണ്ടും തമ്മിൽ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി മാത്രമേ രേഷ്മ ചേച്ചി സംസാരിക്കാവൂ. നോട്ട് ദ പോയിന്റ് കേട്ടോ. സ്വന്തം മകനെ പറ്റിയാണ് വന്ന് ചോദിക്കുന്നത്, അല്ലാതെ വല്ലവരെയും പറ്റിയല്ല. അപ്പോൾ അതിൽ കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്ത് സംസാരിക്കാൻ കേട്ടോ. അന്ന് ആ ബഹുമാനം കൊടുത്തെന്ന് പറഞ്ഞ് മുത്തൊന്നും താഴെ പോകത്തില്ലേ. എന്തായാലും എല്ലാം കൊള്ളാം. ഇനി 2 ദിവസത്തേക്ക് നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു അലിഗേഷൻ ആയിരുന്നു രേഷ്മ ചേച്ചിക്ക് ഭയങ്കര മാരക രോഗം പിടിപെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി വോയിസുകൾ സംഭവങ്ങളും ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെതിരെ രേഷ്മ ചേച്ചി ഇന്നലെ ഓൾറെഡി പ്രതികരിച്ചുകൊണ്ടുണ്ട്. എങ്കിലും ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ തേച്ച് മായ്ച്ച് കളയണം. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു സംഭവം വെച്ച് മാക്സിമം എന്തോ ഒരു റീച്ച് രേഷ്മ ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും റീച്ചും അത്രയും കണ്ടന്റ് രേഷ്മ ചേച്ചി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു വിഷയം വിടത്തുള്ളൂ. എന്തായാലും അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ഓരോന്നുമായിട്ട് നമുക്ക് പ്രതികരിച്ച് എക്സ്പോസ് ചെയ്തു പോകാം. തുടക്കത്തിൽ തന്നെ രേഷ്മ ചേച്ചി പറയുന്നതിന് നമുക്കൊന്ന് കാതോർക്കാം. നോക്കിക്കോ. ഇത് ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ ഈ രോഗം എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്തോ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. റൂമേഴ്സ് ആണെന്ന് അറിയില്ല. അപ്പം രേണുവിനെ ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതിലൊരു സത്യാവസ്ഥ എന്താണ്? ഇപ്പൊ രേണുവിന് കല്യാണമാണെന്ന് സ്ഥിരീകരിക്കുന്ന പോലാണല്ലോ ഇത്. എനിക്ക് തോന്നുന്നില്ല ഈ നമ്മൾ ഒരു രോഗം വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനും ഇത് ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ ഈ രോഗം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാനും അല്ല, നിങ്ങൾ ഓരോരുത്തരും എന്ത് കേട്ടില്ല. ഇപ്പം അങ്ങനെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക വിഷമം വരാതിരുന്നിട്ടില്ലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു, വിഷമാണ് രേണു, എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു. ഞാൻ അവരോടെല്ലാം കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു മറുപടിയെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത്, അതായത് എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് അതും ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റി എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ മറ്റുള്ള വ്ളോഗേഴ്സ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന വ്ളോഗേഴ്സ് എന്തെങ്കിലും കേട്ടറിഞ്ഞ് ഇങ്ങനെ പറയുന്നതല്ല. എനിക്ക് എന്ത് പറയാനുണ്ടെന്നാണ് അവർ നോക്കുന്നത്. എന്തായാലും എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിരിക്കും. വ്ളോഗേഴ്സ് പുറകെ നടന്നെന്ന് മാത്രമേ രേഷ്മ ചേച്ചി പറയില്ല. വ്ളോഗേഴ്സിനെ പുറകെ നടത്താൻ വേണ്ടി രേഷ്മ ചേച്ചിയുടെ കറുത്ത കരങ്ങളാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട്. കാരണം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതീതമായിട്ടുള്ള കുറേ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും പിന്നിൽ രേഷ്മ ചേച്ചി തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണം, ഈ വോയിസ് സംഭവങ്ങളും ഒക്കെ പുറത്ത് വിട്ടത് രേഷ്മ ചേച്ചിയുടെ ആൾക്കാരാണോ എന്ന് പറഞ്ഞ് കടുത്ത സംശയമാണ് കമന്റ് ബോക്സുകളിൽ നടക്കുന്നത്. എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും. കാരണം അതേ രീതിയിലുള്ള കുറേ സംഭവങ്ങൾ കുറെ ഹിൻസ് ചേച്ചി തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ രേഷ്മ ചേച്ചി അഭിനയമാണോ എന്നും കൂടെ തെളിയാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, രേഷ്മ ചേച്ചിക്ക് എന്തിന്റെ ആവശ്യമാണ് ഇതെന്ന്. രേഷ്മ ചേച്ചി എന്നെ പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞത് മാത്രമല്ല നമുക്ക് തന്നെ അറിയാം, രേഷ്മ ചേച്ചിക്ക് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം മാസം കിട്ടുന്നത് 7 ലക്ഷം രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. അപ്പൊ പിന്നെ ആ സബ്സ്ക്രിപ്ഷന് ഇത്രയും വിവാദങ്ങളും സംഭവങ്ങളും സൃഷ്ടിച്ച് നടക്കുമ്പോൾ അതിന് ആൾക്കാരെ, അതായത് കാണികളെ നേരെ തിരിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് വിടാൻ വേണ്ടി രേഷ്മ ചേച്ചി കളിച്ചിട്ടുള്ളൊരു കളിയാണോ എന്നാണ് എനിക്ക് സംശയമുള്ളൊരു കാര്യം. അതായത് ഇത്രയും
ഇത്രയും വിവാദങ്ങൾ നടക്കുമ്പോൾ രേഷ്മ ചേച്ചിയുടെ പിന്നിൽ നടന്ന കുറെ സംഭവങ്ങളും കുറെ അലിഗേഷൻസും ആൾക്കാരുണ്ടാക്കും. അപ്പൊ പിന്നെ ഇത്രയും വലിയ രൂക്ഷ വിമർശനവും രൂക്ഷ അലിഗേഷനും രേഷ്മ ചേച്ചിയുടെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ആൾക്കാർ? ഇവിടെ നിൽക്കുകയോ അപ്പുറത്ത് ചാടുവോ? എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന വിവാദത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഈ ഒരു അസുഖം വെച്ച് സൃഷ്ടിക്കുന്ന വിവാദം. അതുകൊണ്ട് തന്നെ ആയിരിക്കും രേഷ്മ ചേച്ചി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ളത്. ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഇതിൽ കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ സംശയങ്ങൾ മുമ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റും? അത് തന്നെയാണ് ഇവിടെയും നടന്നിട്ടുള്ളത്. എന്തായാലും പുതിയൊരു അലിഗേഷനും കൂടെ കേൾക്കാം. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നോ എനിക്ക് ക്യാൻസർ ആണെന്ന്? അത് നിങ്ങൾ പറഞ്ഞില്ല, പക്ഷെ ചേച്ചി ആണെങ്കിൽ മറ്റുള്ളവരെയും കൊണ്ട് പറയിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്തോ പറയും ഉത്തരം? എന്നാ പിന്നെ ചേച്ചി ഇത്രയും വലിയ സംഭവം പറയുവാന്നല്ലോ. രേഷ്മ ചേച്ചി ഇതിനേക്കാളും ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്തിട്ടുള്ള രേഷ്മ ചേച്ചി ഇത്രയും വലിയൊരു അലിഗേഷൻ രേഷ്മ ചേച്ചിക്കെതിരെ വരുമ്പോൾ ചേച്ചി പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രേഷ്മ ചേച്ചി ഉറപ്പായിട്ട് കേസും കൊണ്ട് രേഷ്മ ചേച്ചി പോയേനെ. ഇവിടെ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്ര ഉറപ്പുള്ള ആളാണെങ്കിൽ ചേച്ചിയുടെ റിപ്പോർട്ട്, അതായത് ഈ മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് രേഷ്മ ചേച്ചി രംഗത്ത് വന്നിട്ട് രേഷ്മ ചേച്ചിക്ക് അസുഖമില്ലെന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള അലിഗേഷൻസ് സംഭവങ്ങൾ മുമ്പിലോട്ട് വെച്ച് തരണം. ഇതൊന്നും തരാതെ നമ്മൾ എന്തോ പറയാൻ പറ്റും? എന്നിട്ട് വന്ന് ചോദിക്കുകയാണ് ഞാൻ വന്ന് പറഞ്ഞു എന്ന്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ രേഷ്മ ചേച്ചി എന്നെ ചെയ്യിപ്പിച്ചതാണെന്ന് നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരണം, ഞാനല്ല പറയിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ തപ്പി പിടിക്കണം, ആ വോയിസ് അയച്ചിട്ടുള്ള ആളെ തപ്പി പിടിച്ചിട്ട് രേഷ്മ ചേച്ചി ചോദിക്കണം എനിക്ക് അസുഖം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ വന്നിടന്ന് മെഴുകുമല്ല വേണ്ട. എന്തായാലും ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി ആയിട്ട് രേഷ്മ ചേച്ചി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ലൊരു കാര്യം തന്നെയായിരിക്കും. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഓരോരുത്തരുടെ മൈൻഡ് എന്തോന്ന് നമുക്ക് അറിയാൻ വേണ്ടി. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴും നിരവധി ആൾക്കാർ വന്ന് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഫേക്ക് ന്യൂസ് ആണ്, രേഷ്മ ചേച്ചി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഓരോ ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി രേഷ്മ ചേച്ചി തന്നെ കളിച്ചിട്ടുള്ള കളിയാണ് എന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്തു. ഇതിന്റെ ഒരു കമന്റ് ബോക്സിലും എനിക്ക് അതേപോലുള്ള കമന്റുകളൊന്ന് വായിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നത് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന പല അറിവും വിദ്യാഭ്യാസവും ഉള്ള കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അതന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കണം. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വീഡിയോ ഹൈപ്പ് ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.